സമ്മേളന നഗരിയിൽ നിന്നും കെ രാജേന്ദ്രൻ കൂടി ചേരുന്നുണ്ട് 9 PM ന്യൂസിനൊപ്പം. രാജേന്ദ്രൻ, എന്ന പോളിറ്റ് ബ്യൂറോ യോഗം നടന്നിരുന്നു, കേന്ദ്ര കമ്മിറ്റി യോഗം നടന്നിരുന്നു. ദീപശിഖ കൊടിമര ജാഥകൾ ഇന്ന് സമ്മേളന നഗരിയിൽ സംഗമിച്ചു. ഇന്നത്തെ ഒരു ദിവസം സമഗ്രമായി. തീർച്ചയായും CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് നാളെ ഇവിടെ മധുരയിലെ ഈ സമ്മേളന നഗരിയിൽ കൊടി ഉയരും. ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാറിയ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഭരണം നിലനിർത്താൻ സാധിച്ചെങ്കിൽ പോലും തിരിച്ചടിയുണ്ടായി. അതേസമയം രാജ്യത്ത് വർഗീയ ശക്തികൾ സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ അഴിഞ്ഞാടുകയാണ്. ഇതാണ് മാറിയ ഒരു സാഹചര്യം. ഫെഡറലിസത്തിൻ്റെ എല്ലാ മര്യാദകളും തന്നെ ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മതേതര ജനാധിപത്യ ഇടതുപക്ഷ പാർട്ടിയായ CPM-ന്റെ 24ാം പാർട്ടി കോൺഗ്രസിന് നാളെ രാവിലെ 8 മണിക്ക് ഇവിടെ പതാക ഉയരുന്നത്. മുതിർന്ന നേതാവ് ബിപിൻ ബസുവാണ് പതാക ഉയർത്തുന്നത്. ഇന്ന് ഇവിടെ 5 രക്തസാക്ഷി മണ്ഡപങ്ങളിൽ നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണ ജാഥകളെല്ലാം തന്നെ വൈകിട്ട് ഇവിടെ സമാപിച്ചു. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇവിടെ സന്നിഹിതരായിരുന്നു. സമ്മേളനത്തിൻ്റെ മുന്നോടിയായി CPM-ന്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഇന്ന് യോഗം ചേർന്നു. സമ്മേളനം നിയന്ത്രിക്കുന്നതിനായുള്ള സമിതികളെല്ലാം തന്നെ തിരഞ്ഞെടുത്തു. സ്റ്റിയറിംഗ് കമ്മിറ്റി, പ്രമേയ കമ്മിറ്റി, ക്രെഡൻഷ്യൽ കമ്മിറ്റികൾക്കെല്ലാം തന്നെ സബ് കമ്മിറ്റികളെ കുറിച്ചെല്ലാം തന്നെ ഒരു ധാരണയായി. നാളെ സമ്മേളനം ആരംഭിച്ചതിന് ശേഷം പ്രതിനിധികൾ ഇതിന് ഈ കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന് അനുമതി നൽകിക്കഴിഞ്ഞാൽ ഇവരായിരിക്കും സമ്മേളനത്തിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പ്രധാനമായും നിയന്ത്രിക്കുക. ഇതോടൊപ്പം തന്നെ ചില വിഷയങ്ങളിൽ ഇന്ന് CPM-ന്റെ നിലവിലുള്ള നേതൃത്വം വ്യക്തത വരുത്തി. ഇതിൻ്റെ നേതൃത്വത്തിൻ്റെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പ്രകാശ് കാരാട്ട് മാധ്യമങ്ങളെ കണ്ടു. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട ഒരു ദേശീയ സംഭവവികാസം എന്ന് പറഞ്ഞ വഖഫ് ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരുന്നു. ലോക്സഭയിൽ ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ CPM-ന്റെ ലോക്സഭയിലെ എല്ലാ MP-മാരും തന്നെ അവിടെ സഭയിൽ സന്നിഹിതരായി ഈ ബില്ലിനെ ശക്തമായി എതിർക്കും. ബില്ലിനെ അവതരിപ്പിക്കുന്നതിനെ ശക്തമായി എതിർക്കും. 4 MP-മാരും തന്നെ ഈ സമ്മേളനത്തിൻ്റെ പ്രതിനിധികളാണ്. അവരെല്ലാം തന്നെ തിരിച്ചു പോകും. ലോക്സഭയിൽ ഇതിനെതിരെ ശക്തമായി CPIM എതിർക്കും. ഈ വിഷയത്തിൽ CPIM വളരെ നേരത്തെ തന്നെ വ്യക്തമായ നിലപാട് കൈക്കൊണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും തന്നെ വഖഫ് ബിൽ അംഗീകരിക്കാനാവില്ല. അതിന് പിറകിൽ സംഘപരിവാറിൻ്റെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ശക്തമായി എതിർക്കാനാണ് CPM-ന്റെ തീരുമാനം. ഈ സമ്മേളന സമയത്ത് തന്നെ ഈ ബില്ല് അവതരിപ്പിക്കുന്നതിനകത്ത് പോലും ചില രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ സർക്കാരിനുണ്ട്. കാരണം മുസ്ലിം വിഭാഗത്തിനെതിരായ സമീപനം CPIM കൈക്കൊള്ളുന്നു എന്ന രീതിയിലുള്ളൊരു പ്രചരണം വരെ ഒരു വിഭാഗം മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇവിടെ നടത്തുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം തന്നെ പിറകിലുള്ള രാഷ്ട്രീയം പാർട്ടി നേതൃത്വം തുറന്നു കാട്ടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. വഖഫ് ബില്ലിനെ CPM-ന്റെ MP-മാർ ശക്തമായി എതിർക്കും. അവർ നാളെ ഈ സമ്മേളനത്തിൽ പങ്കാളികളാവില്ല, മറിച്ച് ദില്ലിയിലേക്ക് പോയി ലോക്സഭയിൽ ശക്തമായി എതിർക്കും. ഇതാണ് ഈ വിഷയത്തിൽ കൈക്കൊണ്ട തീരുമാനം.